സർ, നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പി എം ശ്രീ എന്നുള്ളത്. അതിന്റെ പ്രധാനമന്ത്രി സ്കൂൾസ് ഫോർ റൈസിംഗ് എന്ന് പറയുന്ന അതിന്റെ ഫുൾ ഫോമിൽ തന്നെ ഉണ്ട്. റൈസിംഗ് ഫോർ ഇന്ത്യ എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നത് ഇന്ത്യയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി എന്നുള്ളത്. ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ പദ്ധതികളൊക്കെ കേരളത്തിൽ പ്രത്യേകമായിട്ട് നടപ്പിലാക്കുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. പേര് മാറ്റിക്കൊണ്ട് ഇനി പ്രധാനമന്ത്രി എന്നുള്ളത് മാറ്റിയിട്ട് പിണറായി വിജയൻ ആക്കി കഴിഞ്ഞ് ഇവർ നടത്തുമെന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്നുണ്ട്. ഒരു കൂട്ടർ ഒപ്പിടുന്നു പോയിട്ട് ഇനിയിപ്പോ ഒരു കൂട്ടർ അത് പിൻവലിക്കുന്നു എന്ന് പറയുന്നു. എങ്ങനെയാണ് സർ ഈ വിഷയത്തെ, ഇപ്പൊ പി എം ശ്രീ എന്ന് പറയുന്ന ആ ഫോമിൽ നിന്ന് തന്നെ തുടങ്ങാം സർ, എങ്ങനെയാണ് ഈ ഒരു വിഷയത്തെ സർ കാണുന്നത്? ഈ പി എം ശ്രീ പദ്ധതി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും നടപ്പാക്കാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ലിസ്റ്റ് ചെയ്ത് 14,000-ലധികം സ്കൂളുകളെ ആദ്യ ഘട്ടത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ മാത്രമാണ് ഇതിനെ എതിർക്കുന്നത്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും ഇതിനെ അനുകൂലിച്ചു. വിദ്യാഭ്യാസ രംഗത്ത് പണ്ട് ഏറ്റവും കൂടുതൽ എതിർപ്പ് ഉയർത്തിയിരുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അവസാനം അവരുടെ എതിർപ്പുകളൊക്കെ പിൻവലിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ നയത്തിനോട് യോജിച്ച് പോകാൻ അവരും തയ്യാറായി. ഇവിടെ പി എം ശ്രീ എന്ന് പറയുമ്പോൾ അതിൽ പ്രധാനമായിട്ടുണ്ടാകുന്ന ആരോപണങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കാം. പ്രധാന ആരോപണം എന്ന് പറയുന്നത്, എല്ലാവരും ഒരു പരിധിവരെ വിശ്വസിച്ചിരിക്കുന്നത്, കേന്ദ്ര ഗവൺമെന്റ് സിലബസ് നൽകുന്നു, കേന്ദ്ര ഗവൺമെന്റിന്റെ സിലബസ് അടിച്ചേൽപ്പിക്കുന്നു, അതിൽ വേദങ്ങളും ഉപനിഷത്തുകളും RSSന്റെ ചരിത്രവും പഠിപ്പിക്കുന്നു, ഹിന്ദുത്വമാണ് സിലബസ്, ഇതാണ് പ്രചരണം. പക്ഷെ ഇതിന്റെ പ്രചരണത്തിൽ യാതൊരു കഴമ്പുമില്ല എന്ന് പറഞ്ഞത് കേരളത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയാണ്. ആ ശിവൻകുട്ടി തന്നെ വ്യക്തമാക്കിയിട്ട് പോലും ഇവർക്കാർക്കും മനസ്സിലാവുന്നില്ല എന്ന് നടിക്കുകയാണ്. സത്യത്തിൽ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേന്ദ്ര സബ്ജക്റ്റ് അല്ല, അത് സംസ്ഥാന സബ്ജക്റ്റും അല്ല, അത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. എന്ന് പറഞ്ഞാൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് വേണമെങ്കിൽ സംസ്ഥാനത്തിന് തീരുമാനമെടുക്കാം, സംസ്ഥാനത്തിന് തീരുമാനമില്ല എങ്കിൽ കേന്ദ്ര തീരുമാനം നടപ്പാക്കാം, അത്രേ ഉള്ളൂ. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് സംസ്ഥാനപരമായ തീരുമാനമുണ്ട്, സ്വന്തം സിലബസ് ഉണ്ട്. ആ സിലബസ് ആണ് പി എം ശ്രീ സ്കൂളുകളിൽ നടപ്പാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് MOU സൈൻ ചെയ്യുമ്പോൾ കേരള ഗവൺമെന്റ് വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. കേന്ദ്ര ഗവൺമെന്റിന് അക്കാര്യത്തിൽ യാതൊരു എതിർപ്പും ഇല്ല. സിലബസ് ആര് വേണമെങ്കിൽ നടപ്പാക്കിക്കോളൂ, എന്ത് വേണമെങ്കിൽ നടപ്പാക്കിക്കോളൂ. കാരണം എഡ്യൂക്കേഷൻ ഈസ് ഓൺ ദ കൺകറന്റ് ലിസ്റ്റ്, സോ സ്റ്റേറ്റ്സ് ക്യാൻ ഡിസൈഡ് ഓൺ ദ കരിക്കുലം ആൻഡ് ടെക്സ്റ്റ് ബുക്സ് എന്ന് വ്യക്തമായിട്ട് ഇതിൽ പറയുന്നുണ്ട്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് സംസ്ഥാനത്തിനുണ്ടാക്കാം, സിലബസ് സംസ്ഥാനത്തിനുണ്ടാക്കാം. അതിന്റെ കാരണം എഡ്യൂക്കേഷൻ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയമാണ്. ഇത് BJP മാത്രമല്ല പറയുന്നത്, ഇത് ശിവൻകുട്ടിയും പറയുന്നുണ്ട്. എന്നിട്ടും ഈ പറഞ്ഞതിനെ ഒന്നും വിശ്വാസത്തിലെടുക്കാതെ കാവ്യവൽക്കരണം, ഹിന്ദുത്വവൽക്കരണം, സവർണം, ഫാസിസ്റ്റ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഇനി ഇംഗ്ലീഷും മലയാളവും ഒക്കെ വായിച്ചാൽ മനസ്സിലാകുന്ന ഏത് മലയാളിക്കും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഏത് സൈറ്റിലും പോയിട്ട് വായിച്ചു നോക്കാവുന്ന കാര്യമാണ്. ഇത് പബ്ലിക് ഡൊമൈനിൽ കിടപ്പുണ്ട്, ഇത് രഹസ്യമല്ല. പിന്നെന്തുകൊണ്ടാണ് ഈ വിഷയത്തെ എതിർക്കുന്നത്? അപ്പോഴാണ് ഇത് എന്താണ് എന്ന് നമുക്ക് അന്വേഷിക്കേണ്ടി വരും. ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് 2026-27 അവസാനിക്കുന്നു. അതിനുശേഷം പി എം ശ്രീ പദ്ധതി ഇല്ല. അപ്പോൾ ഈ സമയത്ത് ഈ പി എം ശ്രീ പദ്ധതി കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ആ പോരായ്മ പരിപൂർണമായിട്ട് നമുക്ക് അവസാനിപ്പിക്കണം. ഞാൻ ഇന്ത്യ മൊത്തം ഇപ്പൊ എടുക്കുന്നില്ല, കേരളം എടുക്കാം. കേരളത്തിലെ നിയമസഭയിൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി അവതരിപ്പിച്ച കണക്കുകളുടെ അകത്ത് തന്നെ പറയുന്നു, കേരളത്തിലെ 1157 സ്കൂളുകൾ ഏത് കാറ്റത്തും മഴയത്തും നിലം പൊത്താകുന്ന വിധം അപകടകരമായിട്ടുള്ളതാണ്. അതിന് കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് അൺഫിറ്റ് എന്ന സർട്ടിഫിക്കറ്റ് ആണ്, ഫിറ്റ് അല്ല. ആ സ്കൂളുകളിൽ കുട്ടികളോ രക്ഷിതാക്കളോ അതുപോലെ അധ്യാപകരോ പ്രവേശിക്കരുത്. പ്രവേശിച്ചാൽ ഇടിഞ്ഞു വീണാൽ ചത്തുപോകും. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ചത്തുപോകും. അതുകൊണ്ട് 1157 സ്കൂള് പ്രവർത്തിപ്പിക്കരുത് എന്ന് കേരള ഗവൺമെന്റ് തന്നെ അൺഫിറ്റ് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്നുള്ള വിവരം കേരള ഗവൺമെന്റ് തന്നെ കേരള നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞത്. ആ സ്കൂളുകൾക്ക് ഈ പറയുന്ന പി എം ശ്രീ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ കിട്ടുന്ന ആനുകൂല്യങ്ങൾ ഒരു വർഷം 1 കോടി രൂപയാണ്.
ഒരു വർഷം 1 കോടി രൂപ എന്ന് പറഞ്ഞാൽ 2027 വരെ ഈ പണം കിട്ടിക്കൊണ്ടിരിക്കും. നേരത്തെ ചേർന്നേരത്തെ നേരത്തെ കിട്ടിയാനെ, ഇനിയെങ്കിലും ചേർന്നാൽ ഇനി മുതൽ കിട്ടും. 1 കോടി രൂപ എന്തിനാ ഉപയോഗിക്കുന്നത്? ഒരിക്കൽ കൂടി ഞാൻ എടുത്തു പറയുന്നു, സിലബസ് പരിഷ്കരിക്കാനല്ല. പിന്നെയോ, സ്കൂളിന് കെട്ടിടം ഉണ്ടാക്കുക, കുടിവെള്ള പദ്ധതി നടപ്പാക്കുക, സോളാർ പിടിപ്പിക്കുക, അതുപോലെ ലാബ്, ഇലക്ട്രോണിക്സ് ലാബുകൾ സംഘടിപ്പിക്കുക, പുതിയ ലാബ് സിസ്റ്റം ഏർപ്പെടുത്തുക, പിന്നെ പാചകപ്പുര ഉണ്ടാക്കണമെങ്കിൽ അത് ചെയ്യുക. ഇങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് ഇതിലെ മഹാഭൂരിപക്ഷവും പണവും ചെലവഴിക്കുന്നത്. അതിനുശേഷം അധ്യാപകർക്കുള്ള പരിശീലനം കൊടുക്കുക, വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനം കൊടുക്കുക, ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഏർപ്പെടുത്തി അതിനുള്ള പരിശീലനങ്ങൾ കൊടുക്കുക, ലൈബ്രറി വേണമെങ്കിൽ അത് സെറ്റ് ചെയ്യുക. ഇതിനെല്ലാം കൃത്യമായ നിർവചനം കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ കിട്ടുന്ന പണം പൂട്ടടിക്കാനൊന്നും പറ്റില്ല. കൃത്യമായ നോംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ ഓരോ കാര്യത്തിലും എത്ര രൂപ ചെലവഴിച്ചു, ഓരോന്നിനും എത്ര രൂപ വേണം, അങ്ങനെ നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്യാം. ഇപ്പൊ ചില സ്കൂളുകൾക്ക് കെട്ടിടമില്ല, കെട്ടിടം ഉണ്ടാക്കാം. ചില സ്കൂളുകളിൽ കുടിവെള്ളമില്ല, കുടിവെള്ളം, വൈദ്യുതി ഇല്ല, വൈദ്യുതി. ഇനി ലാബില്ല, സയൻസ് ലാബുകളില്ല, സയൻസ് ലാബ് ഉണ്ടാക്കാം. ഇനി ചിലയിടത്ത് കളിസ്ഥലമില്ല, ചിലയിടത്ത് കളിസ്ഥലം ഉണ്ടെങ്കിൽ ഉപകരണങ്ങളില്ല. ഇപ്പൊ സ്പോർട്സ് ആൻഡ് ഗെയിംസിനൊക്കെ ഉപയോഗിക്കാവുന്ന ഉപകരണങ്ങളില്ല. ഇതൊക്കെ മേടിക്കാം. ഇതിനെല്ലാം വളരെ വിശാലമായ രീതിയിൽ ഉള്ള പ്രൊവിഷൻസ് ഇട്ടിട്ടാണ് ഈ 1 കോടി രൂപ ഒരു വർഷം അനുവദിക്കുന്നത്. അപ്പോൾ അത് വേണ്ട എന്ന് പറയുന്നതിന്റെ പിന്നിലെ ചേതോവികാരം എന്താണ്? ഇത് അന്വേഷിക്കുമ്പോൾ ഞാൻ പഴയ ഒരു സംഭവം ഓർത്തു പോവുകയാണ്. ഒരിക്കലും ചിരിക്കാത്ത ഒരു മനുഷ്യനാണ് പഴയ നമ്മുടെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ്. ഇങ്ങനെ ഒരിക്കല് കേരളത്തിൽ നിന്ന് വന്ന ഒരു ലെറ്റർ കണ്ടിട്ട് പൊട്ടിച്ചിരിച്ചു. ആൾക്കാര് ഭയങ്കര കൗതുകമായി ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു. കാരണം ഇങ്ങനെ അങ്ങനെ കിട്ടുകയല്ലോ. എന്നിട്ട് അവസാനം ചോദിച്ചു, എന്താണ് ഈ ചിരിക്കാൻ കാര്യം? അപ്പൊ അദ്ദേഹം പറയാണ്, കേരളത്തിലെ നിയമസഭ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒന്നിച്ചൊരു പ്രമേയം പാസാക്കി ഇങ്ങോട്ട് തന്നിരിക്കുകയാണ്. അതിനകത്ത് അവർ പറയുന്നത്, ഇപ്പോൾ 50 മീറ്ററും 60 മീറ്ററും വീതിയുള്ള കേരളത്തിലെ നാഷണൽ ഹൈവേ 30 മീറ്റർ ആക്കി ചുരുക്കണം. ബാക്കി എല്ലായിടത്തും ഹൈവേക്ക് വീതി കൂട്ടണമെന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രം ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടെ ഒറ്റക്കെട്ടായി 140 MLA ഒപ്പിട്ട് തന്നിരിക്കുകയാണ് 30 മീറ്റർ ആയിട്ട് ചുരുക്കണം. അപ്പൊ മൻമോഹൻ സിംഗ് ഒലിച്ചിരിക്കുക. ഇതാണ് കേരളത്തിന്റെ പാരമ്പര്യം. ആ കേരളമാണ് ഈ വിഡ്ഢിത്തരം കാണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇതിലും വലിയൊരു വിഡ്ഢിത്തരം കാണിച്ചു. അതെന്താന്ന് ചോദിച്ചാൽ ആരോഗ്യ മേഖലയിലാണ്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരെഴുതി വെക്കണം. അങ്ങനെ വെക്കുകയാണെങ്കിൽ 2860 കോടി കേരളത്തിലെ സർക്കാർ ആശുപത്രികൾക്ക് കിട്ടും എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ഒരു വാക്ക് കയറി പിടിച്ചു, മന്ദിർ. മന്ദിർ എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി എടുത്ത് നോക്കി, മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം എന്നാണ്. അത് ഹിന്ദു വർഗീയതയാണ്. അതുകൊണ്ട് ആരോഗ്യമന്ത്രിയും പറഞ്ഞു, വീണ ജോർജ്, മുഖ്യമന്ത്രിയും പറഞ്ഞു, ഞങ്ങളെ ഈ പരിപാടിക്ക് കിട്ടുകയില്ല. ഹിന്ദു വർഗീയത ആശുപത്രിയിൽ കൂടെ പ്രചരിപ്പിക്കുന്ന പരിപാടിയെ ഞങ്ങൾ യോജിക്കുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾക്ക് ഹിന്ദു വർഗീയത പ്രചരിപ്പിച്ചിട്ട് ഒരു പൈസ വേണ്ട എന്ന് പറഞ്ഞ് മത്സരിച്ച് പത്രസമ്മേളനമായിരുന്നു വീണ ജോർജും പിണറായി വിജയനും. അങ്ങനെ 2.5 കൊല്ലം കഴിഞ്ഞു. അപ്പോഴേക്കും 2860 കോടി രൂപ സംസ്ഥാനത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞു. ഡോക്ടർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല എന്ന് മാത്രമല്ല, അവിടുത്തെ ഗേറ്റ് കീപ്പർക്ക് പോലും കൊടുക്കാൻ കാശില്ലാതെ എന്ന് പറഞ്ഞാൽ കുപ്പാള എടുത്തു എന്ന് പറഞ്ഞാൽ അതിലപ്പുറം ഒന്നും പറയാനില്ല. 2.5 കൊല്ലം കഴിഞ്ഞപ്പം ലേലു അല്ലു എന്ന് പറഞ്ഞ് ഡൽഹിക്ക് പോയി. എന്നിട്ട് ഇനി ഞങ്ങൾ എഴുതി വെച്ചോളാവേ എന്നായി. ഇപ്പോഴത്തെ എഴുത്തൊക്കെ ഞാൻ സർക്കാർ ആശുപത്രിയിൽ പോകുമ്പോൾ വിശാലമായിട്ട് നോക്കാറുണ്ട്. ഹിന്ദിയിൽ എഴുതിയിരിക്കുന്നു, മലയാളത്തിൽ എഴുതിയിരിക്കുന്നു, ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നു, മഞ്ഞയടിച്ചിരിക്കുന്നു, ഭയങ്കര ബോർഡ് വിട്ടു. എന്നിട്ട് പിന്നെ ഡൽഹിക്ക് പോയിട്ട് ചോദിച്ചു, ഇപ്പൊ ഞങ്ങളെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, വേണ്ട ഫോട്ടോയും വീഡിയോ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അന്ന് തടഞ്ഞു വെച്ച 2860 കോടി തരാവോ? അപ്പൊ പറഞ്ഞു, അതൊക്കെ ലാപ്സായി പോയി, ഇനിയിപ്പൊ പുതുതായിട്ട് വല്ലതും ചോദിച്ചാൽ തരാം, പഴയതൊന്നും തരാൻ പറ്റില്ല. പഞ്ചാബ് സംസ്ഥാനത്തിന് ഈ അക്കിടി പറ്റിയപ്പം അത് കണ്ടുപഠിച്ച് കേരളം അത് തിരുത്തി.